ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ എന്ത് പഠിക്കണം എന്ന കരിയർ സംബന്ധമായിട്ടുള്ള ഈ ഒരു വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് കരിയർ പ്ലാനിംഗ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു വിദ്യാർത്ഥിയുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നും അവൻ എന്ത് കോഴ്സ് എടുത്ത് പഠിച്ച് ഏത് കരിയറിലേക്ക് പോകണമെന്നുമുള്ള കാര്യം, അവൻ ഈ SSLC പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരാനോ അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരാനോ ആ പരീക്ഷകളിലെ മാർക്ക് നോക്കി അവന് ഏത് സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ഏത് കോഴ്സിന് വേണമെന്ന് തീരുമാനിക്കുന്നതിന് പകരമായിട്ട് കുറച്ച് നേരത്തെ തന്നെ, ഒരുപാട് നേരത്തെ തന്നെ, ഏതാണ്ട് അവന് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ അവൻ്റെ ഒരു കരിയറിൻ്റെ ഒരു പോക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഏത് വിഷയത്തിലാണ് അവന് ഏറ്റവും താല്പര്യം കാണിക്കുന്നത്, അവന് ഏതെല്ലാം മേഖലയിലാണ് അവന് കൃത്യമായിട്ട് ശോഭിക്കാൻ പറ്റുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അവൻ്റെ താല്പര്യങ്ങൾ, അഭിരുചികൾ, ജന്മവാസനകൾ, അവൻ്റെ കഴിവുകൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒന്നും കൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ എല്ലാ പേരൻസും ചെയ്യുന്ന പോലെ ഒരു കുട്ടിയുടെ റിസൾട്ട് വരട്ടെ, അവൻ്റെ മാർക്ക് നോക്കട്ടെ, അതിൽ ഏത് വിഷയത്തിലാണോ അവന് നല്ല മാർക്കുള്ളത് ആ വിഷയത്തിലേക്ക് അവനെ വിടാം എന്ന് വളരെ ഒരുപാട് വൈകിയ വേളയിൽ ഒരു തീരുമാനമെടുക്കുന്നതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് ഒരുപാട് നേരത്തെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു കൃത്യമായ ഒരു സിഗ്നൽ അവർ നമുക്ക് തന്നു തുടങ്ങും. അത് നല്ല രക്ഷിതാക്കൾക്ക്, അത് നല്ല ബുദ്ധിയുള്ള രക്ഷിതാക്കൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ അവരുടെ അധ്യാപകർക്കും ഈ കാര്യത്തിൽ രക്ഷിതാക്കളെ സഹായിക്കാൻ പറ്റും. ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അവൻ്റെ താല്പര്യമുള്ള മേഖലകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളിലാണ് അവൻ താല്പര്യം കാണിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ എന്തെങ്കിലുമൊക്കെ യന്ത്രഭാഗങ്ങളൊക്കെ അഴിച്ച് വീണ്ടും ഫിറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള താല്പര്യമുള്ളൊരു ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ നിർമ്മിക്കുന്ന ഒരു ക്രാഫ്റ്റ് മെൻറ്റാലിറ്റി കാണിക്കുന്ന ഒരു ആളാണോ, അതല്ല ഈ കലാപരമായിട്ടോ കായികപരമായിട്ടോ ഉള്ള വാസനകൾ കാണിക്കുന്ന ഒരാളാണോ, എന്താണ് അവൻ്റെ ഒരു സർഗ്ഗവൈഭവം, എവിടെയാണ് അവൻ്റെ ചില ജന്മസിദ്ധികൾ കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മുൻകൂട്ടി അറിഞ്ഞ് പതുക്കെ അവനെ ആ ഒരു റൂട്ടിലേക്ക് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോയി അവൻ്റെ പഠനവും തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് വഴിതിരിച്ച് വിട്ട് ഏതാണ്ട് +2 റിസൾട്ടൊക്കെ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വ്യക്തമായൊരു പ്ലാനിങ്, എങ്ങോട്ട് പോകണമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു പ്രക്രിയ, അവൻ്റെ ഒരു ഭാവിയിലേക്ക് വേണ്ട ഒരു ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു കരിയർ പ്ലാനിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ ദൂരവ്യാപകമായിട്ടുള്ള റിസൾട്ട്, എന്നാൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുക. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് പല പേരൻസും ചെയ്യുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു SSLC +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് അടുത്തത് എന്ത് എന്ന് ചിന്തിക്കുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ നീങ്ങി വളരെ കാര്യക്ഷമമായ രീതിയിൽ ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടിയിരുന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് അവനെ കൃത്യമായി മനസ്സിലാക്കി അവൻ്റെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സോണ ബിൽഡ് ചെയ്തുകൊണ്ട് ആ പേഴ്സോണക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു കരിയർ പാത്തിലേക്ക് നമ്മൾ അവനെ വഴിതിരിച്ച് വിടണം. ഇപ്പോൾ ഈ പേഴ്സോണ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഘടകങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം. അവൻ്റെ ജന്മവാസനകളും അവൻ്റെ കഴിവുകളും അഭിരുചികളും താല്പര്യങ്ങളും സർഗ്ഗവൈഭവങ്ങളും നമ്മൾ അതിലേക്ക് പരിഗണിക്കണം. അത്യാവശ്യം നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ അത്തരം മേഖലകളിലേക്ക്. അല്ല, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിക്കാനും ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ഒരു കലാസൃഷ്ടികൾ നടത്താനും കുറച്ച് അന്തർമുഖത്വമുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമുള്ള കുട്ടിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ആയിട്ട് വേണം നമ്മൾ അവരെ വഴിതിരിച്ചു വിടാൻ. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അതിനെ വളരെ കാര്യക്ഷമമായിട്ട് നിറവേറ്റുകയും ചെയ്യണം. നമുക്ക് നാളെ ഒന്ന് തിരുവനന്തപുരം വരെ പോകണം. നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് കുറച്ച് ജോലികളുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യുക? ആ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണോ നമ്മൾ പോകാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക? അല്ലല്ലോ. നമ്മൾ ആദ്യമേ തീരുമാനിക്കും എപ്പോഴാണ് അവിടെ എത്തേണ്ടത്, അവിടെ പോയി നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആരെയാണ് കാണേണ്ടത്, പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്, ട്രെയിനിൽ പോകണോ ബസ്സിൽ പോകണോ അതോ അത്യാവശ്യത്തിന് നമ്മളൊരു ഫ്ലൈറ്റിൽ പോകണോ, അവിടെ നമുക്ക് താമസിക്കേണ്ടി വരുമോ അതോ ഒറ്റ ദിവസം കൊണ്ട് മടങ്ങി വരാൻ സാധിക്കുമോ, അങ്ങനെ താമസിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകണം, എത്ര വലിയ ബാഗ് കൊണ്ടുപോകണം, ആ ബാഗിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കില്ലേ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നതും. നമ്മളതൊരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഈ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ കാലേ കൂട്ടി
തന്നെ നമ്മളെല്ലാം മുൻകൂട്ടി ഒരുക്കി തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ ഈ ദൂരെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ തലേ ദിവസം രാത്രി തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പോകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ SSLC +2 പോലുള്ള ആ ഒരു അസന്നിഗ്ധ ഘട്ടങ്ങളൊക്കെ വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് അത് പ്രകാരം വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു കരിയർ പ്ലാനിങ് ആവുകയുള്ളൂ. കേവലം ഒരു 2-3 ദിവസത്തെ യാത്രയ്ക്ക് പോലും ഇത്രയധികം പ്ലാനിങ്ങുകളും മുന്നൊരുക്കങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയോ ഒക്കെ ഭാവിക്ക് വേണ്ട ഒരു വലിയ യാത്ര, വളരെ നീണ്ട ഒരു ദുർഘടം പിടിച്ച യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എത്രത്തോളം തയ്യാറെടുപ്പോട് കൂടിയിട്ടും എത്രത്തോളം കരുതലോടെയും കൂടി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള സത്യം. പക്ഷേ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് സാറേ, ഇപ്പോൾ എൻ്റെ മകനിപ്പോൾ SSLC കഴിഞ്ഞു, എൻ്റെ മകനിപ്പോൾ +2 കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് വൈകിപ്പോയില്ലേ. ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയുള്ള കാര്യം സാറ് പറയും. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി, ഇറ്റ്സ് ടു ലേറ്റ്. പക്ഷേ ഒരുപാട് വൈകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ അവനെ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഏത് റൂട്ടിലേക്കാണ് ഞങ്ങൾ അവനെ വഴിതിരിച്ച് വിടേണ്ടത്, ഇനി അവനക്കൊരു നല്ലൊരു കരിയറോ അല്ലെങ്കിൽ ഒരു കോഴ്സോ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ സാറ് പറഞ്ഞു തരൂ, അതിന് വേണ്ട കുറച്ച് ടിപ്പുകൾ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിന് ഉതകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതെന്തൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുമുള്ള ഇനി ഞാൻ പറയാൻ പോകുന്ന വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് വളരെ വ്യക്തമായി കേട്ട് അതനുസരിച്ച് നിങ്ങളുടെ ഓരോ ചുവടുവെപ്പ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് ഉപകാരപ്പെടുന്നത് ഈ വർഷം SSLC +2 പാസ്സായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാത്രമല്ല, ഇപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ വീഡിയോസ് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നോ അത്രയും നിങ്ങളുടെ കുട്ടികളുടെ വിജയസാധ്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഫുൾ എനർജിയോട് കൂടി അതീവ ശ്രദ്ധയോട് കൂടി നിങ്ങൾ ഈ വീഡിയോസ് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നു, ഇത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു പ്രൊഫഷണൽ വീഡിയോ ഒന്നുമല്ല. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹൈ പ്രൊഫൈൽ ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഭയങ്കര എഡിറ്റിംഗ് മിറക്കിൾസോ ഒന്നുമില്ല. സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ചില വാക്കുകളും ഉദാഹരണങ്ങളും വസ്തുതകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതിൽ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സീരീസ് നിങ്ങൾ കൃത്യമായി കേൾക്കുക. അടുത്ത വീഡിയോ മുതൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.